തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ പോലീസ് മുട്ടുമടക്കി. ശബരിമല ദർശനത്തിനെത്തിയ 2 സ്ത്രീകളെ പോലീസ് തന്നെ നിർബന്ധിച്ച് തിരിച്ചിറക്കി. കോഴിക്കോട് മലപ്പുറം സ്വദേശിനികളായ ബിന്ദു, കനകദുർഗ എന്നിവരെയാണ് പോലീസ് തിരിച്ചിറക്കിയത്. പോലീസിന്റെ സംരക്ഷണം തേടാതെയാണ് ഇവർ പമ്പ പിന്നിട്ട് മുന്നോട്ടു പോയത്. സ്ത്രീകൾ കയറിയാൽ നട അടയ്ക്കുമെന്ന് പന്തളം രാജപ്രതിനിധിയും മുന്നറിയിപ്പ് നൽകി. നാടകീയമായ രംഗങ്ങളായിരുന്നു രാവിലെ 7 മണി മുതൽ ശബരി പാതയിൽ കണ്ടത്. മനിതി സംഘം വന്നുപോയി 12 മണിക്കൂർ മാത്രം പിന്നിട്ടപ്പോഴായിരുന്നു അടുത്ത വാർത്ത. പ്രതിഷേധക്കാർ സംഘടിച്ചു കാത്തുനിന്ന പത്തനംതിട്ടയും നിലയ്ക്കലും പമ്പയും പിന്നിട്ട് 2 പേർ ശബരിമല അയ്യപ്പൻ റോഡിലൂടെ സന്നിധാനത്തേക്ക് പോകുന്നു. രാവിലെ 7 മണിക്കായിരുന്നു വാർത്ത പുറത്തുവന്നത്. പോകുന്നത് അറിഞ്ഞില്ലെന്ന് പമ്പയിൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം. കോഴിക്കോട് നിന്നുള്ള ബിന്ദുവും മലപ്പുറത്തു നിന്നുള്ള കനകദുർഗയുമായിരുന്നു ദർശനത്തിന് പുറപ്പെട്ടത്. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ദർശനം നടത്താതെ മടങ്ങില്ലെന്നും ബിന്ദു. നമുക്ക് സമാധാനപരമായിട്ട് ശബരിമലയിൽ പോവുക, ദർശനം നടത്തുക, 18-ാം പടി ചവിട്ടി ദർശനം നടത്തുക. സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആദിവാസികളുടെ ഭൂമി സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ നിലപാടാണ് എനിക്കുള്ളത്. രാഷ്ട്രീയ യാത്രയല്ല, ദർശനത്തിനുള്ള വരവാണെന്ന് കനകദുർഗ. ആരെതിർത്താലും സന്നിധാനത്ത് എത്തിയേ മടങ്ങൂ. ഇൻട്രസ്റ്റോടുകൂടി വ്രതമൊക്കെ എടുത്ത് അങ്ങനെ വന്നതാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗ്രൂപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ട് വന്നതല്ല. ഞങ്ങൾ പേഴ്സണലി അറിയുന്നവരാണ്. ഇങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു താല്പര്യം 2 പേർക്ക് വന്നപ്പോൾ പോരാ എന്ന് വിചാരിച്ചു. പൊടുന്നനെ ഇരുവർക്കും ചുറ്റും വൻ പോലീസ് സന്നാഹം രൂപപ്പെട്ടു. പോലീസ് ഇടയ്ക്കൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. 7:30 അപ്പാച്ചിമേട്ടിൽ എത്തിയതോടെ കടുത്ത പ്രതിഷേധം. പോലീസ് ബലം പ്രയോഗിച്ചു. ചരംകുത്തിയും ശബരിപീഠവും പിന്നിട്ട് ഇരുവരും മുന്നോട്ട്. സന്നിധാനത്തും പമ്പയിലും പ്രതിഷേധക്കാരുടെ വൻകൂട്ടം. ഓരോ ഘട്ടത്തിലും ഇരുവരെയും പിന്തിരിപ്പിക്കാൻ പോലീസ് തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സുരക്ഷ വേണ്ടെന്നും ദർശനം നടത്തുമെന്നും 2 പേരും ആവർത്തിച്ചുകൊണ്ടിരുന്നു. കാരണം എനിക്ക് ഇവിടെ സ്റ്റേറ്റിന്റെ എൻഫോഴ്സ്മെന്റ് മെക്കാനിസത്തിൽ വിശ്വാസമുണ്ട്. ഇവിടുത്തെ പോലീസ് ഫോഴ്സ് വിചാരിച്ചാൽ ഈ നിസ്സാരമായ പ്രതിഷേധത്തെ നിസ്സാരമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഒടുവിൽ 9:30 വലിയ നടപ്പന്തലിന് 1 കിലോമീറ്റർ അകലെ പോലീസ് ഇരുവരുടെയും യാത്ര അവസാനിപ്പിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് ആദ്യം പിടിച്ചുമാറ്റി, പിന്നെ ലാത്തി വീശി. ന്യൂസ് 18 സംഘത്തിന് പോലീസ് ലാത്തിച്ചാർജിൽ പരിക്ക്. റിപ്പോർട്ടർ പ്രദീപ് നാരായണനും ക്യാമറാമാൻ അരുൺ CS-നുമാണ് പരിക്കേറ്റത്. അരുണിന്റെ കൈയിലാണ് ഗുരുതര പരിക്ക്. ഒടുവിൽ പോലീസ് ഇരുവരെയും ബലം പ്രയോഗിച്ച് തിരിച്ചിറക്കി. കനകദുർഗ പ്രതിഷേധത്തിനിടെ കുഴഞ്ഞു വീണു. സ്ട്രക്ചറിലും നടത്തിയും 10:30 2 പേരെയും പോലീസ് പമ്പയിലെത്തിച്ചു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോഴും ദർശനം നടത്താതെ മടങ്ങില്ലെന്ന് ആവർത്തിക്കുകയായിരുന്നു ഇരുവരും. ടീം ന്യൂസ് 18 സന്നിധാനം. ഇതാണ് ഇന്ന് ശബരിമലയിൽ നടന്നത്. ശബരിമലയിൽ വീണ്ടും നാണം കെടുകയായിരുന്നു പോലീസ്. സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന പോലീസിനെ നോക്കുകുത്തിയാക്കുന്നതാണ് ശബരിമലയിലെ പ്രതിഷേധങ്ങൾ. സുരക്ഷയാവശ്യപ്പെട്ടെത്തുന്ന യുവതികളെ ആദ്യം പ്രതിഷേധക്കാർക്ക് മുന്നിലെത്തിക്കുന്നു. പിന്നെ കേരള പോലീസ് പ്രകടിപ്പിക്കുന്നത് തികഞ്ഞ നിസ്സഹായത. നിരോധനാജ്ഞ നിലനിൽക്കുന്ന സ്ഥലത്ത് പോലും പ്രതിഷേധക്കാർക്ക് തമ്പടിക്കാൻ കഴിയുന്നത് പോലീസിന്റെ നിഷ്ക്രിയത്വം മൂലമാണെന്നാണ് വിമർശനം. പ്രതിഷേധ സമരത്തിന്റെ പേരിൽ നേരത്തെ അറസ്റ്റിലായവരിൽ പലരും പോലീസിന്റെ കൺമുന്നിൽ വീണ്ടും സമരവുമായി എത്തുന്നു. രാഹുൽ ഈശ്വറിനൊപ്പം മുൻപ് അറസ്റ്റിലായ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് നേതാവ് പ്രതീഷ് വിശ്വനാഥാണ് മനിതി സംഘത്തെ തടയാൻ മുന്നിലുണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിക്കുമ്പോഴും പോലീസ് പക്ഷേ ഇത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നില്ല. യുവതികളെ അനുനയിപ്പിച്ച് തിരിച്ചയക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇതുതന്നെയാണ് കനകദുർഗയുടെയും ബിന്ദുവിന്റെയും പരാതി. ഒക്ടോബർ 19 ചിത്രയാട്ട വിശേഷ സമയത്ത് 2 സ്ത്രീകൾ എത്തിയിടത്തു നിന്ന് ഒരടി മുന്നോട്ട് പോകാൻ ഇതുവരെയും മറ്റാരെയും പോലീസ് അനുവദിച്ചിട്ടില്ല. ഓരോ തവണയും യുവതികൾ ഭയന്ന് പിന്മാറുമ്പോഴും വീര്യം കൂടുന്നത് പ്രതിഷേധക്കാർക്കാണ്.
ന്യൂസ് 18 പമ്പ. ശബരിമലയിൽ മാത്രമല്ല, ശബരിമല ദർശനത്തിന് പോയ സ്ത്രീകളുടെ വീടിന് മുന്നിലും പ്രതിഷേധമുണ്ടായി. അഡ്വക്കേറ്റ് ബിന്ദുവിന്റെ കൊയിലാണ്ടിയിലുള്ള വീടിന് മുന്നിലും കനകദുർഗയുടെ പെരിന്തൽമണ്ണയിലുള്ള വീടിന് മുന്നിലുമായിരുന്നു പ്രതിഷേധം. തലശ്ശേരി സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ പ്രൊഫസറായ ബിന്ദുവിന്റെ കൊയിലാണ്ടി പൊയിൽക്കാവിലെ വീടിനു മുന്നിൽ രാവിലെ തന്നെ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. പ്രതിഷേധക്കാർ വീടിനു മുന്നിൽ എത്തിയതോടെയാണ് ബിന്ദുവും കനകദുർഗയും ശബരിമലയ്ക്ക് പോയ വിവരം തന്നെ പല ബന്ധുക്കളും അറിയുന്നത്. സപ്ലൈകോ സെയിൽസ് അസിസ്റ്റന്റ് മാനേജറായ കനകദുർഗയുടെ മലപ്പുറം അങ്ങാടിപ്പുറത്തെ വീടിനു മുന്നിലും പ്രതിഷേധക്കാർ എത്തി. കനകദുർഗ ദർശനത്തിന് പോയത് അറിഞ്ഞില്ലെന്നായിരുന്നു ഭർത്താവ് കൃഷ്ണനുണ്ണിയുടെയും അമ്മയുടെയും പ്രതികരണം. ഇരു വീടുകൾക്ക് മുന്നിലും മണിക്കൂറുകളോളം പ്രതിഷേധം തുടർന്നു. ന്യൂസ് 18 കോഴിക്കോട്. ശബരിമലയിൽ നിന്നും തിരിച്ചെത്തി ചെന്നൈയിലേക്ക് മടങ്ങാനെത്തിയ മനീതി പ്രവർത്തകർക്ക് നേരെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധം. കനത്ത പോലീസ് സുരക്ഷയിൽ ഇവരെ ട്രെയിനിൽ എത്തിച്ചെങ്കിലും BJP പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചെത്തി ട്രെയിൻ തടയാനും ശ്രമിച്ചു. തുടർന്ന് പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ തർക്കം നേരിയ സംഘർഷത്തിൽ കലാശിച്ചു. വികലാംഗർക്കുള്ള കമ്പാർട്ട്മെന്റിൽ മനീതി പ്രവർത്തകരെ ഒളിപ്പിച്ചു കടത്തിയെന്നാരോപിച്ച് BJP പ്രവർത്തകർ സ്റ്റേഷൻ മാസ്റ്ററെ ഉപരോധിച്ചു. മനീതി സംഘം സഞ്ചരിച്ച ട്രെയിനിനു നേരെ നെയ്യാറ്റിൻകരയിൽ BJP പ്രവർത്തകർ ചീമുട്ടയെറിഞ്ഞു. ശബരിമലയിൽ ആളുകളെ വെടിവെച്ചുകൊണ്ട് സ്ത്രീകൾക്ക് ദർശനം ഒരുക്കില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. എന്നാൽ വെടിവയ്പ് ആഗ്രഹിക്കുന്നവരുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നു. ശബരിമല യാത്രയ്ക്ക് സുരക്ഷ ആവശ്യപ്പെട്ട് നിലവിൽ അപേക്ഷകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി VV അരുണാണ് വിനോദാണ് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നത്. വിനോദ്, വളരെ പ്രക്ഷുബ്ധമാണ് ശബരിമല ഇന്നലെയും ഇന്നും. ഇക്കാര്യത്തിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം? സുരേഷ്, മുംബൈയുമായി നടക്കുന്ന സംഭവ വികാസങ്ങൾ വലിയ വിവാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. ആളുകളെ വെടിവെച്ചു കൊന്ന് അവിടെ യുവതികൾക്ക് ദർശനത്തിന് സൗകര്യമൊരുക്കില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അതുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇവിടെ ഒരു തനിയാവർത്തനം പോലെ സംഭവിക്കുന്നത്, യുവതികൾ വരുന്നു, അവരെ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമം ഉണ്ടാകുന്നു, പ്രതിഷേധം, തുടർന്ന് പോലീസ് ഇവരെ താഴേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതി. പക്ഷേ ഇന്നലെയും ഇന്നുമായി നടന്ന സംഭവങ്ങൾ നാടകമാണെന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ആക്ഷേപമുണ്ടായിരുന്നു. വനിതാ മതിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോവുകയാണ്, അതിന്റെ ഒരു മുന്നൊരുക്കമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന തരത്തിലാണ് പ്രധാനമായും പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ സുരക്ഷ ആവശ്യപ്പെട്ട് ഇപ്പോൾ ആരുടെയെങ്കിലും അപേക്ഷകൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലില്ല, അത്തരത്തിൽ അപേക്ഷകൾ ലഭിച്ചിട്ടില്ല. അതേസമയം ആളുകളെ വെടിവെച്ചു കൊന്ന് യുവതികൾക്ക് ദർശനം ഒരുക്കില്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. സുരേഷ്, ആളുകളെ വെടിവെച്ചുകൊന്ന് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. വിവരങ്ങളാണ് വിനോദ് നൽകുന്നത്. വിനോദ്, സർക്കാരിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട്, മുഖ്യമന്ത്രി പലപ്പോഴും പറഞ്ഞിട്ടുള്ള നിലപാടെന്ന് പറയുന്നത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് തന്നെയാണ്. ഇടതുമുന്നണിയുടെയും CPMന്റെയും നിലപാട് അതുതന്നെയാണ്. പക്ഷേ ഈ പ്രതിഷേധം ഇങ്ങനെ ശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിക്കുന്ന നിലപാടെന്ന് പരിശോധിക്കേണ്ടത്. ഇവിടെ മുഖ്യമന്ത്രി ആവർത്തിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും, യുവതി പ്രവേശനത്തിന് അനുകൂലമാണ് എന്ന് പറയുമ്പോഴും
വെടിവെച്ച് ആളുകളെ വീഴ്ത്തിക്കൊണ്ട് അവിടേക്ക് യുവതികളെ കൊണ്ടുപോകില്ല എന്നുള്ള ഒരു വ്യാഖ്യാനം നൽകുന്നത് തീർച്ചയായും അത് പോലീസിന് എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത ഉണ്ടാക്കില്ലേ? തീർച്ചയായും സുരേഷ്, ഇവിടെ തന്നെ ഇടതുമുന്നണിയുടെയും CPM-ന്റെയും നിലപാട് ശബരിമലയിൽ സ്ത്രീ പ്രവേശമാകാം എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ സാവകാശ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. നട അടയ്ക്കുന്ന 22-ന് ശേഷമാണ്, അതായത് ജനുവരി 23-നാണ് സുപ്രീം കോടതി ഈ കാര്യത്തിൽ വീണ്ടും വാദം കേൾക്കുന്നത്. അതുവരെ ഒരു സാവകാശം എന്നതുണ്ട്. അതേസമയം നേരത്തെ പുറത്തു വന്ന വിധി സ്റ്റേ ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിധി ശബരിമലയിലെ യുവതികൾ വന്നാൽ സ്വാഭാവികമായും അവരെ കടത്തിവിടുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതേസമയം ഒരു കൂട്ടം ജനങ്ങളുണ്ട് അവിടെ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി അവിടെ ആ സമയമുള്ള ഭക്തരും അവിടെ ദർശനത്തിനെത്തുന്നവരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അതിനെ അടിച്ചമർത്തി യുവതികൾക്ക് ദർശനം ഒരുക്കേണ്ട എന്ന് തന്നെയാണ് സർക്കാർ നിലപാട്. ഈ കാര്യം തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും വ്യക്തമാക്കുന്നത്. ആളുകളെ ഏതായാലും വിനോദ് ഒന്ന് തുടരുക. ഇന്ന് രാവിലെ ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അത് വളരെ പ്രസക്തമാണ്. മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും ഇതുവരെ പറഞ്ഞിരുന്ന നിലപാടിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഘടകവിരുദ്ധമായിട്ടുള്ള വാക്കുകളാണ് ഇന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞത്. ദർശനത്തിന് എത്തിയവർക്ക് സംരക്ഷണം നൽകുന്നതിൽ നിന്ന് പോലീസ് പിന്തിരിയണമെന്ന രീതിയിലാണ് ഇന്ന് രാവിലെ മന്ത്രി പറഞ്ഞത്. ഇതോടെയാണ് പോലീസ് രണ്ടുപേരെയും നിർബന്ധിച്ച് തിരിച്ചയക്കുന്ന സാഹചര്യവും ഉണ്ടായത്. ദേവസ്വം മന്ത്രിയുടെ ഈ വാക്കുകൾക്ക്, ദേവസ്വം മന്ത്രിയുടെ നിലപാടിൽ നിന്നും വ്യത്യസ്ത നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു മന്ത്രി EP ജയരാജന്റെ പ്രതികരണം. വിശ്വാസികൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് പോലീസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇടതുമുന്നണിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഇതുവരെ പരസ്യമായി ഉണ്ടായിരുന്ന നിലപാട് ഇതായിരുന്നു. എന്നാൽ സന്നിധാനത്തും ശബരിപാതയിലും നടക്കുന്നത് ഇതിന് ഘടകവിരുദ്ധമാണ്. ഇത് ഇന്നത്തെ ദൃശ്യങ്ങൾ. ഇതിലും മോശമായിരുന്നു കഴിഞ്ഞ ദിവസം. സർക്കാരും മുഖ്യമന്ത്രിയും പരസ്യമായി എന്തു പറഞ്ഞാലും നടപ്പാകുന്നത് വേറെയാണ്. ഭക്തജനങ്ങൾ പ്രകോപിതരാണ്. കുറെ ആളുകളെങ്കിലും വലിയ പ്രകോപനത്തിന് അടിമപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്കുള്ള യാത്ര നല്ലതല്ലെന്ന് പോലീസ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പ്രതിഷേധക്കാരെ അനുകൂലിച്ചുള്ള മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. പ്രതിഷേധക്കാരെ പേടിച്ചു പിന്മാറുന്ന ഈ നിലപാടാണ് നടപ്പാകുന്നതെങ്കിൽ നവോത്ഥാനം സംരക്ഷിക്കാനുള്ള വനിതാ മതിൽ എന്തിന് എന്നാണ് ഉയരുന്ന ചോദ്യം. ടീം ന്യൂസ് 18 സന്നിധാനം. വിശകലനവുമായി തിരുവനന്തപുരത്തു നിന്നും TG സജിത്ത് ആദ്യം നമ്മളോടൊപ്പം ചേരുന്നു. സജിത്ത്, മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന രണ്ടാമത്തെ ആളായിട്ടുള്ള EP ജയരാജൻ പറയുന്നു ശബരിമലയിൽ പ്രതിഷേധം നടത്തുന്നത് താലിബാൻകാരെ പോലുള്ള ആളുകളാണ് എന്ന്, താലിബാന് സമാനമായിട്ടുള്ള ആളുകളാണെന്ന് EP ജയരാജൻ പറയുന്നു. അതേസമയം ഇതേ വകുപ്പിന്റെ ചുമതലയുള്ള ദേവസ്വം മന്ത്രി അവരെ, ആ പ്രതിഷേധക്കാരെ ഭക്തർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു രണ്ട് ചിന്താധാര മന്ത്രിസഭയിലുണ്ടോ സജിത്ത്? മന്ത്രിസഭയിൽ ഭിന്നതയോ രണ്ടഭിപ്രായമോ ഉള്ളതിനേക്കാൾ ഉപരി ഇത് സംബന്ധിച്ച് സർക്കാരിനുള്ളിൽ വലിയൊരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. അതാണ് പോലീസിന്റെ പല നടപടിയിലും ആ ഒരു ആശയക്കുഴപ്പം പ്രകടമായി വരുന്നുണ്ട്. താനും സർക്കാരിനെ സംബന്ധിച്ച് കുഴപ്പമില്ലാകുന്ന പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്. ഒന്ന്, ശബരിമലയിൽ വീണ്ടും സ്ത്രീകളെ പ്രവേശിപ്പിച്ച് അവിടുത്തെ സ്ഥിതിഗതികൾ ഗുരുതരമാകണം എന്ന് സർക്കാർ ആവശ്യപ്പെടുന്നില്ല, സർക്കാർ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് അത്തരം സ്ത്രീ പ്രവേശന നടപടികളിൽ തൽക്കാലം സർക്കാരിന്റെ മുന്നിൽ നിന്നുള്ള നടപടികൾ ഉണ്ടാവുകയുമില്ല. പക്ഷേ സ്ത്രീകൾ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ചെയ്യേണ്ട നടപടിക്രമങ്ങൾ തങ്ങൾ ചെയ്യുന്നു എന്നതാണ് സർക്കാരിന്റെ ഒരു വാദം. പക്ഷേ മറ്റൊരു വെല്ലുവിളി ഉണ്ടാവുന്നത് നവോത്ഥാന സന്ദേശം മുൻനിർത്തി വനിതാ മതിൽ സംഘടിപ്പിക്കുകയാണ് സർക്കാർ. ഇതിൽ ലിംഗനീതി എന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അവിടെ ലിംഗനീതിയുടെ ന്യായം അവിടെ ഉണ്ടാവുന്നില്ല, സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാവുന്നില്ല, പോലീസ് എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കുന്നില്ല? ഈ ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിൽ ഒരേ സമയം വരുന്നു. ഇതാണ് കുഴയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. മറ്റൊന്ന്, പോലീസിന്റെ ഗുരുതരമായ വീഴ്ചയാണ്. കാരണം നിരോധനാജ്ഞ പ്രഖ്യാപനം അവിടെ ഉണ്ടാവുന്നത് തീർത്ഥാടനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ സന്നിധാനത്ത് തമ്പടിച്ചിരിക്കുന്ന
ഈ സംഘപരിവാർ ബന്ധമുള്ള സംഘടനകളും പ്രവർത്തകരും അവരെ അവിടുന്ന് പുറത്തിറക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെയുള്ള പ്രവേശനം പോലും കൃത്യമായ നിരീക്ഷണവും പരിശോധനകൾക്കും ശേഷം മാത്രമാക്കിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപനം പോലും ഉണ്ടായത്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും മുമ്പ് ആദ്യ തവണ ഈ കേസിൽ സ്ത്രീകളെ തടഞ്ഞ കേസിൽ ഉൾപ്പെട്ടവർ തന്നെ വീണ്ടും അവിടെ കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലീസിന്റെ സുരക്ഷ എവിടെ ഉണ്ടായി, എവിടെയാണ് പോലീസിന് വീഴ്ച പറ്റിയത്, അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ അമ്പേ പരാജയപ്പെട്ടു തുടങ്ങിയ ആരോപണമാണ് പോലീസിനെതിരെ ഉണ്ടാകുന്നത്. സജിത്ത്, ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ വീഴ്ചയുടെ ഉത്തരവാദിത്വം, കാരണം രാവിലെ പോലീസ് വളരെ ശക്തമായ നിലപാട് എടുത്തു വരുന്ന ഒരു ഘട്ടത്തിലാണ് ദേവസ്വം മന്ത്രി തന്നെ പറയുന്നു ഭക്തരുടെ പ്രതിഷേധം അവഗണിച്ചുകൊണ്ട് ഈ പറയുന്ന യുവതികളെ മുകളിലേക്ക് പ്രവേശിപ്പിക്കാൻ, ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നില്ല എന്ന്. സ്വാഭാവികമായും അങ്ങനെ ഒരു മന്ത്രിയുടെ പ്രസ്താവന വന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു തണുപ്പൻ പ്രതികരണം, ഇവരെ അനുനയിപ്പിക്കുക എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം വകുപ്പിനും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമൊക്കെ ഈ പ്രതിഷേധക്കാരെ ഇത്തരത്തിൽ, അതായത് അനുനയിപ്പിച്ച് ഇവരെ തിരിച്ചയച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണോ ഉള്ള ഒരു നിലപാടെന്ന് പറയുന്നത്? പോലീസും ഇത്തരത്തിൽ അല്പം ശിരസ് കുനിച്ചുകൊണ്ട് പ്രതിഷേധക്കാർക്ക് മുന്നിൽ നിൽക്കേണ്ടി വരുന്നത് സർക്കാരിന്റെ ഈ രണ്ട് നിലപാടുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ടല്ലേ? തീർച്ചയായും സുരേഷ്, ആ ഒരു വെല്ലുവിളിയുണ്ട്. സുരേഷ് സൂചിപ്പിച്ച പോലെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും ഒക്കെ പലപ്പോഴും സംസാരിക്കുമ്പോൾ ശബരിമലയിലെ ഭക്തജനങ്ങളുടെ നിലപാടിനോട് ചേർന്ന് പോകുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അല്പം കൂടി അതിന് സമരസപ്പെടുന്ന ഒരു നിലപാടാണ് പലപ്പോഴും അവർ പ്രകടമാക്കിയിട്ടുണ്ട് ഉള്ളത്. മുമ്പ് ഇത്തരത്തിലൊരു സ്ത്രീ പ്രവേശന സാധ്യത ഉണ്ടാവുകയും അവിടെ നടപ്പന്തൽ വരെ യുവതീ പ്രവേശനത്തിന് വേണ്ടി നീക്കങ്ങൾക്ക് നടന്നപ്പോൾ അന്ന് ഈ ദേവസ്വം മന്ത്രി തന്നെയാണ് പോലീസിന്റെ നടപടിക്കെതിരെ അന്ന് പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഇതിപ്പോഴും സമാനമായ നിലപാടും സാഹചര്യങ്ങളുമാണ് ഉള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാവിലെ അതൃപ്തി അറിയിക്കുന്നു, പിന്നാലെ ദേവസ്വം മന്ത്രി മറ്റൊരു നിലപാടെടുക്കുന്നു. ഇതൊക്കെയാണ് നിലവിൽ അവിടെ ഉണ്ടാവുന്ന സാഹചര്യം. പോലീസിന്റെ നടപടിയിൽ അവിടെ വലിയ അതൃപ്തിയുമുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ പൊതുവിൽ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ സംഘപരിവാർ സംഘടനകൾ ഉയർത്തുന്ന എതിർപ്പിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് വനിതാ മതിൽ പ്രഖ്യാപിച്ചതും നവോത്ഥാന മൂല്യങ്ങളുടെ വീണ്ടും അതിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള ഒരു ക്യാമ്പയിന് തുടക്കമിട്ടതും. അങ്ങനെയെങ്കിൽ ലിംഗനീതി എന്ന വിഷയത്തിൽ സർക്കാർ പിന്നോട്ട് പോയില്ലേ? എന്തുകൊണ്ട് സ്ത്രീ പ്രവേശനം സാധ്യമാക്കുന്നില്ല? സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലേ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ദർശനത്തിന് വന്ന സ്ത്രീകൾക്ക് എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കാൻ കഴിയുന്നില്ല? ഈ തുടങ്ങിയ ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയാണ്. സജിത്ത് ഒന്ന് തുടരുക. അനീഷ് കൂടി, MS അനീഷ് കുമാർ കൂടി നമ്മളോടൊപ്പം പമ്പയിൽ നിന്നും ചേരുന്നുണ്ട്. അനീഷ്, എന്തുകൊണ്ടാണ് ആവർത്തിച്ച് പോലീസ് ഇങ്ങനെ പമ്പ കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? തമിഴ്നാട്ടിൽ പോയി 2 പോലീസുകാർ പോയി എന്നാണ് പറയുന്നത്. പാമ്പാടി CI ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ 2 പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ പോയി കൂട്ടിക്കൊണ്ടുവരിക, പമ്പയിലെത്തുക, പമ്പയിലെത്തിയതിനു ശേഷം പ്രതിഷേധക്കാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുക. അവസാനം ഇവർ ഓടിപ്പോകുമ്പോൾ അവരുടെ കൂടെ ഓടേണ്ട സാഹചര്യം പോലീസിനുണ്ടാകുന്നു. എന്തുകൊണ്ട് ശബരിമലയിലെ പോലീസ് ഇത്തരത്തിൽ പെരുമാറുന്ന സാഹചര്യമുണ്ടാകുന്നു? അത് പോലീസിന്റെ സ്വയം തീരുമാനമാണോ, അതോ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ നിലപാടിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണോ? ഈ കാര്യം ആദ്യം മുതൽ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. കോടതി വിധി നടപ്പിലാക്കുന്നതിനായി സന്ദർശനത്തിനെത്തുന്ന അല്ലെങ്കിൽ ദർശനത്തിനെത്തുന്ന വനിതകൾക്ക് അവസരം ഒരുക്കാൻ തങ്ങൾ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കുക മാത്രമാണ് ഇക്കാര്യത്തിൽ പോലീസ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടങ്ങളിലെ പ്രതിഷേധങ്ങളെ ഒരു തരത്തിൽ അങ്ങ് വകഞ്ഞു മാറ്റുന്നു എന്ന പ്രതീതി നിലനിർത്തും. അതിന് ശേഷം വരുന്ന പ്രതിഷേധങ്ങളെ ഒട്ടും പഴയ രീതിയിലുള്ള ഒരു വകഞ്ഞുമാറ്റൽ പിന്നീട് നടത്താതിരിക്കും. തുടർന്ന് അധികം തീർത്ഥാടകരെത്തുകയും ആ സ്ഥലം തടസ്സപ്പെടുത്തി അവിടെ പ്രതിഷേധിച്ച് കുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതായത് ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം ആദ്യഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ തുടരുമ്പോൾ 5ഓ 10ഓ ആളുകൾ മാത്രമാവും പ്രതിഷേധ സംഘത്തിൽ ഉണ്ടാവുക. മറ്റുള്ളവർ അറിഞ്ഞു കേട്ട് എത്തി വലിയ പ്രതിഷേധമായി പിന്നീട് രൂപപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ പ്രതിഷേധം ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ തന്നെ എന്തുകൊണ്ട് പോലീസ് ഈ പ്രതിഷേധക്കാരെ നീക്കം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. പ്രതിഷേധങ്ങൾ, മുദ്രാവാക്യങ്ങൾ, പ്രതിഷേധ ശരണം വിളികൾ, ആളുകളുടെ മാർഗം തടസ്സപ്പെടുത്തൽ
തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യരുത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു നിർദ്ദേശമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ആഴ്ച കൂടുമ്പോഴും നിരോധനാജ്ഞ നീട്ടി പോലീസ് എടുക്കുന്നത്. ഈ നിരോധനാജ്ഞയുമായി ബന്ധപ്പെട്ട് പോലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും ഒക്കെ കോൺഗ്രസ് നേതാക്കൾ നിരന്തരം കോൺഗ്രസ് MLA-മാർ സത്യാഗ്രഹം ഇരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇത്തരം നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട്. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ശബരിമലയിലെ സുരക്ഷിതമായ ദർശനം എന്നിവയൊക്കെ മുൻനിർത്തി ഈ നിരോധനാജ്ഞ നീട്ടി കൊണ്ടുപോവുകയാണ് സർക്കാർ ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ജില്ലാ കളക്ടറും ഒക്കെ എല്ലാ ആഴ്ചയിലും ഇത് വീണ്ടും അവലോകനം ചെയ്യുകയും നിരോധനാജ്ഞ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ എന്തിനാണ് ഈ നിരോധനാജ്ഞ, എന്ത് ആക്ഷനാണ് ഈ നിരോധനാജ്ഞ കൊണ്ട് പോലീസിന് ഇവിടെ നേടിയെടുക്കാൻ പറ്റുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഇന്നലെ ഒരു വലിയ ജനക്കൂട്ടം ആർത്തിരമ്പി വനിതകൾക്ക് നേരെ എത്തി. ഇന്നും സമാനമായ രീതിയിൽ തന്നെ അവരെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ. അനീഷ്, ഈ പ്രതിഷേധം ശബരിമലയിൽ ഉണ്ടെന്ന് അറിയാവുന്നവർ തന്നെയാണ് പോലീസ്. തമിഴ്നാട്ടിൽ നിന്ന് ആളുകളെ കുമിളി വഴി റൂട്ട് മാറ്റി കൊണ്ടുവന്നാൽ പ്രതിഷേധമുണ്ടാകുമെന്നറിയാം. അതുമല്ല, പമ്പയിൽ നിന്ന് ആളുകളെ കയറാൻ അനുവദിച്ച് കൂടെ പോയാലും പ്രതിഷേധമുണ്ടാകുമെന്നറിയാം. ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അറിയാവുന്ന ആളുകൾ തന്നെയല്ലേ പോലീസ്? തീർച്ചയായും അതുതന്നെയാണ് ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ പോലീസിന്റെ രണ്ട്. ഞാൻ അനീഷിലേക്ക് വരാം. കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശബരിമലയിൽ പോലീസ് തന്നെ ആളുകളെ കൊണ്ടുവരിക, യുവതികളെ കൊണ്ടുവരിക, തമിഴ്നാട്ടിൽ പോയിട്ടാണെങ്കിലും അല്ല എങ്കിലും, എന്നിട്ട് പ്രതിഷേധക്കാർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം കൈയും കെട്ടി നോക്കി നിൽക്കുക. എന്തുകൊണ്ട് പോലീസ് ഇങ്ങനെ നിഷ്ക്രിയമായി പോകുന്നു ശബരിമലയിൽ? സർക്കാരിലുള്ള ആശയക്കുഴപ്പമാണോ പോലീസിനെയും ചിന്താക്കുഴപ്പത്തിലാക്കുന്നത്? ശബരിമലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന ഒരു നയം സുപ്രീം കോടതിയെ കബളിപ്പിക്കലാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ വിധിയെ അന്ധമായി വിശ്വസിച്ച് ശബരിമലയിൽ ദർശനം നടത്താൻ വരുന്ന യുവതികളെയും പറ്റിക്കുകയാണ്. ഒരേ സമയം രണ്ടു കൂട്ടരെയും കബളിപ്പിക്കുകയാണ് കേരള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്ന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതോടൊപ്പം അവിടെ കൊണ്ടുവരുന്ന ആളുകളെ അവർ തന്നെ പിന്തിരിച്ചു വിടുകയാണ്. അപ്പോ ശബരിമലയിൽ RSSന് കൂടുതൽ ശക്തി പകരുന്ന സമീപനമാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സംഘപരിവാർ, RSS, BJP ശക്തികൾ ഭക്തരെ അവിടെ കയറ്റുന്നില്ല എന്ന് വ്യാപകമായി പ്രചരണം നടത്തി ന്യൂനപക്ഷ വികാരം ആളിക്കത്തിച്ച് അത് വോട്ടുകളാക്കി മാറ്റാനുള്ള ഒരു തന്ത്രമാണ്. കേരളത്തിലെ 46% ഹൈന്ദവ വോട്ട് 3ആയി വികേന്ദ്രീകരിക്കുന്നത് തടഞ്ഞ് അത് 2ആയി വികേന്ദ്രീകരിക്കാനുള്ള നീക്കമാണ് ഇപ്പോ ഈ സുപ്രീം കോടതിയുടെ വിധിയിലൂടെ ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ വോട്ടുകൾ BJPയുടെ പെട്ടിയിൽ ഇട്ടുകൊടുത്ത് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിച്ച് കോൺഗ്രസിനെ പല മണ്ഡലത്തിലും 3ആം സ്ഥാനത്ത് എത്തിക്കാനുള്ള ഹീനമായ രാഷ്ട്രീയ അടവുകളാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്. വളരെയധികം നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. സർക്കാരിൻ്റേത് അത്തരത്തിലുള്ള ഒരു കുറുക്കൻ രാഷ്ട്രീയമുണ്ട് ആണ് എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. ശ്രീ VD സതീശൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ VD സതീശൻ, അല്പം മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് ആരെയും വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ട് ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്താൻ സർക്കാർ ആലോചിക്കുന്നില്ല എന്നാണ്. ഇങ്ങനെ ഒരു പ്രസ്താവന, ഇങ്ങനെ ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ സ്വാഭാവികമായും അവിടെ ഇനി എന്ത് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടാകില്ലേ? പോലീസിന് ശക്തമായ നിലപാടെടുക്കണമെങ്കിൽ നിങ്ങളുടെ പിന്നിൽ സർക്കാരുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം ആ പോലീസിന് നൽകാൻ ഈ സർക്കാരിന് കഴിയേണ്ടേ? അത് കഴിയാത്തതാണോ ശബരിമലയിൽ പോലീസ് രണ്ട് തട്ടിൽ ആളുകളെ കൊണ്ടുവരിക, ഇറക്കി കൊണ്ടുപോവുക, അങ്ങനെ ഒരു നാടകം കളിക്കേണ്ടി വരുന്നത്? ശ്രീ VD സതീശൻ. ഹലോ, അത് സതീശൻ പാച്ചേനിയാണ്. ക്ഷമിക്കുക, ദയവായി ക്ഷമിക്കുക ശ്രീ സതീശൻ പാച്ചേനി. ഇതേ ചോദ്യം താങ്കളോട് ചോദിക്കുന്നു, അഭിപ്രായം. തീർച്ചയായിട്ടും ശബരിമല വിഷയത്തിൽ തുടക്കം മുതൽ സർക്കാർ കാണിച്ചിട്ടുള്ള താല്പര്യം സതുദ്ദേശപരമായിരുന്നില്ല, ദുരുദ്ദേശപരമായിരുന്നു. കൃത്യമായിട്ടുള്ളൊരു അജണ്ട ഉണ്ടായിരുന്നു. അജണ്ട പൊളിഞ്ഞുപോയി. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ച് പിണറായി വിജയൻ ഒരു നവോത്ഥാന നായകനാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ഒരു കുൽസിത ശ്രമം അത് പാടെ പൊളിഞ്ഞുപോയി. കാരണം സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ വിശ്വാസികളെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഒരേ നിലപാടാണ്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആരാധനാ രീതികളൊക്കെ
അറിയുന്ന വിശ്വാസികൾ അതിന്റെ കൂടെ നിൽക്കുക. അത് പുരുഷ സ്ത്രീ വ്യത്യാസമില്ല. പക്ഷെ അത്തരമൊരു വിഷയം മുൻനിർത്തിക്കൊണ്ട് സർക്കാർ വളരെ കൂടുതൽ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാര്യത്തിൽ നിലപാടെടുത്തത്. അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം കൃത്യമാണ്. BJPയെ RSSനെ വിശ്വാസത്തിന്റെ തീവ്ര വികാരത്തെ ആളിക്കത്തിച്ചുകൊണ്ട് അവർക്ക് രാഷ്ട്രീയ മുതലെടുക്കാൻ അവസരം കൊടുക്കുക. അങ്ങനെ ഹിന്ദു സമൂഹത്തിൽ നിന്നും ഒരു 10 വോട്ട് കോൺഗ്രസിന് UDFന് ലഭിക്കുന്ന വോട്ട് കുറക്കാൻ കഴിഞ്ഞാൽ അതിൽ മാത്രം ഞങ്ങളുടെ വിജയം കണ്ടെത്തുന്ന ഒരു നീചമായിട്ടുള്ള രാഷ്ട്രീയമാണ് സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. കാരണം ഗവൺമെന്റ് പരാജയമാണ്. ഒരു കാര്യത്തിലും ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഭരണ നടപടികൾ ആസൂത്രണം ചെയ്യാത്ത, ഒരുപക്ഷെ കുറച്ചുപേരെങ്കിലും പ്രതീക്ഷിച്ച പിണറായി വിജയന്റെ ഭരണം അമ്പേ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ വളരെയധികം നന്ദി. ഏതായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള വലിയ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് രണ്ട് കോൺഗ്രസ് നേതാക്കളുടെയും പ്രതികരണം. മറ്റു കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് വരാം. ശബരിമലയിൽ സർക്കാരിന് ആശയക്കുഴപ്പമുണ്ടോ? ഒരു മന്ത്രി പ്രതിഷേധക്കാരെ താലിബാൻകാരോട് ഉപമിക്കുമ്പോൾ മറ്റൊരു മന്ത്രി അവരെ ഭക്തർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ സർക്കാരിന്റെ പോലീസ് തന്നെ യുവതികളെ കൊണ്ടുവരികയും ശബരിമല കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പാതി വഴിക്ക് അവരെ ഓടിച്ച് താഴെ ഇറക്കി ആംബുലൻസിലടക്കം കയറ്റിക്കൊണ്ടുപോകുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് ഈ സാഹചര്യം ഉണ്ടാകുന്നു? ഇതിന് പരിഹാരം കാണണമെങ്കിൽ ആര് എങ്ങനെ തീരുമാനം എടുക്കണം? പ്രേക്ഷകർക്കും അഭിപ്രായം പറയാം. അതിനു മുൻപ് ആദ്യം അതിഥികളിലേക്ക് ശ്രീ ഹരീഷ് വാസുദേവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, അഡ്വക്കേറ്റ്. അതോടൊപ്പം തന്നെ ശ്രീ രാജു എബ്രഹാം നമ്മളോടൊപ്പം ചേരുന്നു. ആദ്യം ശ്രീ രാജു എബ്രഹാമിലേക്ക്. ശ്രീ രാജു എബ്രഹാം, ഇന്ന് വന്നിട്ടുള്ള രണ്ട് മന്ത്രിമാരുടെ പ്രതികരണങ്ങളാണ് ഈ സംശയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ പ്രതിഷേധക്കാരെ താലിബാൻകാരെ പോലെ ഇന്ന് വിശേഷിപ്പിക്കുന്നു EP ജയരാജൻ. അവർ ഭക്തരാണെന്ന് കടകംപള്ളി സുരേന്ദ്രനും പറയുന്നു. ഇനി വിശേഷിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഈ സർക്കാരിന് ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ പരിഹാരം കാണണം എന്ന കാര്യത്തിൽ ഒരാശയക്കുഴപ്പം ഉണ്ടോ ശ്രീ രാജു എബ്രഹാം? ശബരിമല പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് ഒരാശയക്കുഴപ്പമില്ല, ആശയ വ്യക്തത മാത്രമേ ഉള്ളൂ. കാരണം ജനുവരി മാസം 22-ാം തീയതി ഓപ്പൺ കോടതിയിൽ ഇത് സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ നടക്കാൻ പോവുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ കോടതിയുടെ മുമ്പിൽ പരിഗണനയിൽ ഇരിക്കുന്നൊരു വിഷയം. അങ്ങനെ പറയുമ്പോഴും ഇതിനകത്ത് സ്റ്റേ ഇല്ല, മുമ്പ് നടത്തിയിട്ടുള്ള വിധിക്കകത്ത് സ്റ്റേ ഇല്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പം ഇത്തരം ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അല്പം ആശയക്കുഴപ്പം ആരിലും വരാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു കോടതിയുടെ ഒരു സമീപനം ഇതിന്റെ മുമ്പിലുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തുന്ന തീർത്ഥാടകർ, ആ തീർത്ഥാടകർ ഭക്തരാണെങ്കിലും ആക്ടിവിസ്റ്റ് ആണെങ്കിലും അവരെ ഗവൺമെന്റ് തടയുന്നില്ല. ഒന്ന് തുടരുക, അതാണ് ഇതിന്റെ കാതൽ എന്ന് പറയുന്നത്. ശ്രീ രാജു എബ്രഹാം ഒന്ന് തുടരുക. ശ്രീ ഹരീഷ് വാസുദേവ് ഉണ്ട്. ശ്രീ ഹരീഷ് വാസുദേവ്, ഈ നിയമപരമായുള്ള ആശയക്കുഴപ്പം, ആ ആശയക്കുഴപ്പം തന്നെയാണോ സർക്കാരിനെയും ഇപ്പോൾ പിടിച്ചുലയ്ക്കുന്നത്? കാരണം യുവതികളെ കയറ്റണമെന്നുള്ള ഒറ്റ തീരുമാനമായിരുന്നുവെങ്കിൽ അത് നടപ്പാക്കാമായിരുന്നു. പക്ഷേ വീണ്ടും പെൻഡിങ് കിടക്കുകയാണ്, കോടതിയുടെ മുന്നിൽ ഈ വിഷയം കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 22 സാവകാശ ഹർജി എന്ന് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാശയക്കുഴപ്പം, നിയമപരമായി കിടക്കുന്ന ആശയക്കുഴപ്പമാണോ സർക്കാരിനെയും കുഴയ്ക്കുന്നത്? അതുകൊണ്ടാണോ സർക്കാരിന് ഇക്കാര്യത്തിൽ ശബരിമല വിഷയത്തിൽ ഒരു ശക്തമായ നിലപാടും നടപടിയും എടുക്കാൻ കഴിയാത്തത്? അത്തരത്തിൽ ഒരു ആശയക്കുഴപ്പവും നിയമപരമായുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ അപ്പിയർ ചെയ്യുന്ന അഡ്വക്കേറ്റ് ജനറലോ അറ്റോർണി ജനറലോ അങ്ങനെ ഏതെങ്കിലും അഭിഭാഷകൻ ഇങ്ങനെ ഒരു നിയമപ്രശ്നമുണ്ട് എന്ന് കരുതുന്നില്ല. കാരണം നേരത്തെ തന്നെ ഈ കാര്യത്തിൽ ഹൈക്കോടതിയിൽ വളരെ വ്യക്തമായി സർക്കാർ അഭിഭാഷകർ മാത്രമല്ല അഡ്വക്കേറ്റ് ജനറലും പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ്. സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ജനുവരി 22-ന് മറച്ചു പറയുന്നുണ്ടെങ്കിൽ അതുവരെ, അല്ലെങ്കിൽ ഏത് കാലത്താണോ സുപ്രീം കോടതി മറച്ചു പറയുന്നത് അതുവരെ ഈ നാട്ടിൽ നിലനിൽക്കുന്ന വിധി 141 ആർട്ടിക്കിൾ 141 അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട്. അത് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുക മാത്രമല്ല, പോലീസോ മറ്റേതെങ്കിലും ഭക്തരോ അവിടെ നിയമം കയ്യിലെടുക്കുകയാണെങ്കിൽ അത് നോക്കാനും അവിടെ ആവശ്യമായ നടപടി സ്വീകരിക്കാനും ഒരു നിരീക്ഷണ സമിതിയെ കൂടി വെക്കുന്ന ഉത്തരവ് നമ്മുടെ മുമ്പിലുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ. അപ്പൊ ആ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ലംഘനം ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വിഭാഗം ആളുകൾ നിയമം കയ്യിലെടുക്കുന്നത് നമ്മൾ കണ്ടു.
അവരോട് എന്ത് സമീപനമാണ് ഈ സർക്കാർ, ഈ പോലീസ് സ്വീകരിക്കുന്നത്? ശ്രീ ഹരീഷ് വാസുദേവ് തുടരുക. ശ്രീ എ റഹീം, CPM നേതാവ് നമ്മളോടൊപ്പമുണ്ട്. ശ്രീ റഹീമ, ഈ പറയുന്നത് പോലെ പ്രതിഷേധം നടത്തുന്ന ആളുകൾ താലിബാൻകാരെ പോലെയാണ് എന്ന് പറയുക ഒരു മന്ത്രി, പ്രതിഷേധിക്കുന്ന ആളുകൾ ഭക്തരാണ് എന്ന് മറ്റൊരു മന്ത്രി പറയുക. ആ രണ്ട് നിലപാട് സർക്കാരിൽ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നു ഈ രണ്ട് പ്രസ്താവനകൾ വെച്ച് നോക്കുമ്പോൾ. അത് മാത്രമല്ല, ഈ പോലീസ് തന്നെ ആളുകളെ മുകളിലേക്ക് ഒരു പരിധിവരെ കൊണ്ടുപോകുന്നു. ഒരു ഘട്ടമെത്തുമ്പോൾ പോലീസ് തന്നെ ഇവരെ ഇറക്കിക്കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ആശയക്കുഴപ്പം പോലീസിന് എന്തുകൊണ്ടുണ്ടാകുന്നു? പോലീസിന് ഒരൊറ്റ നിലപാടെടുത്ത് ഒന്നുകിൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ എവിടെ നിന്നാണോ ഇവരുടെ യാത്ര തുടങ്ങുന്നത്, അതിനി തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നിന്നാണെങ്കിലും പോലീസിൻ്റെ ശ്രദ്ധയിൽ എവിടെപ്പെടുന്നു അവിടെ വെച്ച് ഇതാണ് സാഹചര്യം, അങ്ങോട്ട് പോകേണ്ടതില്ല, പലരെയും പോയി തിരിച്ചിറക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൂടെ പോലീസിന്? കൊണ്ടുപോയി പാതി വെച്ച് പ്രതിഷേധമുണ്ടാക്കി നാടകം കളിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു? ശ്രീ റഹീം. പോലീസിന് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. പോലീസിനും കേരള ഗവൺമെന്റിനുമുള്ള നിലപാട് കേരളത്തിന്റെ പൊതുസമാധാനാന്തരീക്ഷം തകർക്കാൻ RSSന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചിത്രശക്തികൾ നടത്തുന്ന ശ്രമം പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. ശബരിമല അവർ അത്തരത്തിലൊരു ആയുധമായിട്ടാണ് എടുക്കുന്നത്. ഞാൻ ഈ സന്ദർഭത്തിൽ ഇന്നിപ്പോ ഇത്തരത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുന്ന ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ BJPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ K. സുരേന്ദ്രൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു ഭാഗം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, പോലീസ് വേണ്ടത്ര പ്രകോപനപരമാകാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ശബരിമല സമരം തണുത്തുപോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. RSSനും BJPക്കും ഒരൊറ്റ ലക്ഷ്യമാണ് ഇന്ന് ശബരിമല സംബന്ധിച്ചുള്ളത്. അത് യുവതികൾ പ്രവേശിക്കരുത് എന്നതല്ല, മറിച്ച് സന്നിധാനത്ത് ഒരു വെടിവെപ്പ് ഉണ്ടാക്കണം എന്നതാണ്. വെടിവെപ്പ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലാത്തി ചാർജിലേക്കെങ്കിലും പോലീസിനെ കൊണ്ടുവന്നെത്തിക്കുക എന്നതാണ് അവരുടെ അജണ്ട. ശ്രീ റഹീമ, ശരി, അത് സമ്മതിക്കുന്നു. ഈ ഒരു സാഹചര്യം ഇപ്പോൾ ഇന്നലെയും ഇന്നുമുള്ള സാഹചര്യം മാത്രം നോക്കുക, മനീതി സംഘം വന്നതും ഇന്ന് വന്നിട്ടുള്ള രണ്ടുപേരും, ഈ ഒരു സാഹചര്യം മാത്രം നോക്കുക, അതിനു മുൻപുള്ളതെല്ലാം മാറ്റിവെക്കാം. ഇത് കാണുമ്പോൾ പോലീസ് പറയുന്നത് പോലെ സംയമനത്തിലൂടെ, ആത്മസംയമനം പാലിച്ചുകൊണ്ട്, സമാധാനം എല്ലാം പാലിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ അവിടെ യുവതി പ്രവേശനം സാധ്യമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് ഈ അങ്ങനെയുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ല ഇതിനകത്തുള്ളത്. ഞാൻ അത് വിശദീകരിക്കാം. നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ തന്നെ ഉത്തരമായി ഞാൻ വിശദീകരിക്കാം. നോക്കൂടെ, ശബരിമലയിലേക്ക് യുവതീ പ്രവേശനം സാധ്യമാണോ അല്ലയോ എന്നാണ് നിങ്ങൾ ചോദിച്ചത്. സാധ്യമാകണം. ആകേണ്ടത് ഈ ഭരണഘടനാപരമായ ബാധ്യതയാണ് ഈ സർക്കാരിന്റെ എന്നല്ല, ഈ നാടിന്റെ ബാധ്യതയാണ്. സുപ്രീം കോടതി വിധി ലോ ഓഫ് ദി ലാൻഡാണ്, ഈ രാജ്യത്തിന്റെ നിയമമാണ്. ഈ നാടിന്റെ നിയമമായത് മാറിയ സാഹചര്യത്തിൽ ആ നിയമം പരിപാലിക്കാനും ആ നിയമം നടന്നു കാണാനും ഈ നാട്ടിലെ മുഴുവൻ പേർക്കും അധികാരമുണ്ട്. നടപ്പിലാക്കാനുള്ള ഭരണഘടനാപരമായ ബാധ്യത സർക്കാരിലുമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് യുവതി പ്രവേശനം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. എന്തുകൊണ്ട് ഇപ്പോൾ അതിനുവേണ്ടി അത് സാധ്യമാക്കാൻ പോലീസ് ഫോഴ്സ് എൻഫോഴ്സ് ചെയ്യുന്നില്ല എന്നാണ്. ഫോഴ്സ് എന്തുകൊണ്ട് നടപ്പില്ല, ശക്തി എന്തുകൊണ്ട് പ്രയോഗിക്കുന്നില്ല? പോലീസിന്റെ ശക്തി ആയുധം പ്രയോഗിക്കാൻ പറ്റിയൊരു ഇടമല്ല അവിടെ. അതാണ് അതിന്റെ പ്രശ്നം. അത് എക്കാലത്തും ഒരു വലിയ കളങ്കം തന്നെ ആയിരിക്കും. കാരണം നമുക്കറിയാം, AK ആന്റണിയുടെ കാലഘട്ടത്ത് ശിവഗിരിയിൽ പോലീസ് നടത്തിയിട്ടുള്ള അതിക്രമത്തെ പിന്നീട് എത്രയോ കാലം നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പേരുദോഷം സർക്കാരിന് ഉണ്ടാകും. അതിനെ സർക്കാർ ഭയപ്പെടുന്നു. ദയവായി തുടരുക. ശ്രീ സുദർശൻ, ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പമുണ്ട്. സുദർശൻ, സർക്കാരിന് ആത്മാർത്ഥത ഉണ്ട് എങ്കിൽ സർക്കാരും മന്ത്രിമാരും CPM നേതാക്കളും ആവർത്തിച്ച് പറയുന്നത്, ഞങ്ങൾ വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും 10 അല്ല 1000 സ്ത്രീകളെ പോലും ശബരിമലയിൽ കയറ്റാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന്. അങ്ങനെ പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അവിടെ ഇതുവരെ ഒരു സ്ത്രീയെ എത്തിക്കാൻ കഴിഞ്ഞില്ല സന്നിധാനത്ത്? അതൊരു വലിയ ചോദ്യമല്ലേ? എന്താണ് താങ്കളുടെ അഭിപ്രായം? സാറേ, ഞാൻ പറയുന്നത് ഒരു നിമിഷം തരണം. ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തില് ഇവര് തമിഴ്നാട്ടിൽ ചെന്ന് സ്ത്രീകളെ സ്വീകരിച്ചു കൊടുക്കണമെന്ന് കയറ്റണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനെന്തിനാ സർക്കാർ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? ഇതേപോലെ സുപ്രീം കോടതി വിധിയല്ലേ പിറവം പള്ളിയിലെ പേർക്കുള്ളത്, എന്തേ ഇവിടെ നടപ്പിലാക്കാത്ത? ഇവ പറഞ്ഞ ആ റെഗിമെന്റോ DYFIയുടെ ഒരു നേതാവല്ലേ, പുള്ളിക്കാരും കൂടെ കേൾക്കാനാണ് ചോദിക്കുന്നത്. ഇതൊക്കെ വെറും ദാർഢ്യത്തിന്റെ പുറത്തല്ലേ നടക്കുന്നത്. 22-ാം തീയതി കേസിരിക്കല്ലേ, അത് കഴിഞ്ഞിട്ട് കയറ്റിയാൽ മതിയല്ലേ. ഇവരിപ്പോ എന്തിനാ വെപ്പാളപ്പെടുത്തുന്നത് എങ്ങനെ? റൈറ്റ്, വളരെയധികം നന്ദി. സൗദിയിൽ നിന്നും ശ്രീ മുജീബ് കൂടിയുണ്ട്. മുജീബ് പറയൂ. മുജീബ് കേൾക്കാമോ? എനിക്ക് കേൾക്കാം. പറഞ്ഞോ. ഹലോ, കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ അഭിപ്രായം. ഹലോ, കേൾക്കാം ശ്രീ മുജീബ്, പറഞ്ഞോളൂ. നമ്മുടെ നാട്ടില്
ശബരിമല വിധി സെപ്റ്റംബർ 28 വന്നത് മുതൽ നാട്ടിലെ ചില വ്യക്തികള്, രാഷ്ട്രീയ പ്രവർത്തകര്, അവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് നാടിലൊരു കലാപം ഉണ്ടാക്കി നാടിന്റെ സമാധാനമായ അന്തരീക്ഷം തകർക്കുക എന്ന ഉദ്ദേശത്തോട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കാണിക്കേണ്ട ചില മര്യാദ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചെല്ലാം സാമാന്യ ബുദ്ധി ഉപയോഗിക്കണം. അതായത് ഇപ്പൊ മനതിയുടെ സംഘടന ഇതിൽ കുറെ 11 സ്ത്രീകള് നാട്ടിൽ നിന്ന് വരുമ്പോൾ മിനിറ്റ് വെച്ചിട്ട് അവർക്ക് നിങ്ങൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത് ഈ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നത് ഈ കൂട്ടുകാർക്ക് അവർക്ക് ഇൻഫർമേഷൻ കിട്ടുകയും അവർക്ക് ആ ശബരിമല സന്നിധാനവും അല്ലെങ്കിൽ പമ്പ ഉൾപ്പെടെപ്പെടുന്ന പ്രദേശത്ത് അവർക്ക് തടിച്ചുകൂടാനുള്ള അല്ലെ അംഗബല കൂട്ടാനുള്ള അവസരം ഒരുക്കുകയും മുജീബ് പറയുന്നത് പോലെ ചാനൽ ഓഫ് ചെയ്തിട്ട് മുജീബ് പറയുന്നത് പോലെ ചാനൽ പൂർണ്ണമായി ഓഫ് ചെയ്തിട്ട് ഈ പറയുന്ന ആളുകളെ അവിടെ കയറ്റാനാണോ അവസരം ഒരുക്കി കൊടുക്കേണ്ടത്? അതിനൊരു ഭരണകൂടമുണ്ട്, അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. വളരെയധികം നന്ദി ശ്രീ മുജീബ്. ശ്രീ എ റഹീം, ഈ പറയുന്നത് പോലെ ആളുകൾ തടിച്ചുകൂടാൻ അവസരമുണ്ടാകുന്നു. റഹീമിന്റെ ഫോൺ കട്ടായിട്ടുണ്ട്. ശ്രീ മുരളീധരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുരളീധരൻ കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ മുരളീധരന്റെ അഭിപ്രായം. RSSന്റെ കാടത്തമാണ് ശബരിമല നടക്കുന്നത്. ശരിക്കും സുപ്രീം കോടതി നടപ്പാക്കുക എന്നുള്ളത് ഭരണഘടനാ ബാധ്യതയാണ്. തന്നെയല്ല, ഒട്ടേറെ ആചാരങ്ങൾ ശബരിമലയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ആചാരങ്ങൾ എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ്, അല്ലാതെ അത് എക്കാലവും നിലനിൽക്കാനുള്ളതല്ല. പുരോഗമനത്തെ എതിർക്കുകയാണ് ഈ ശക്തികൾ, ദുഷ്ടശക്തികൾ പുരോഗമനത്തെ എതിർക്കുകയാണ്. കേരളം ഇന്ന് ആർജിച്ചിട്ടുള്ള നവോത്ഥാന മൂല്യങ്ങളെ മുഴുവൻ തകിടം മറിക്കുവാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമത്തിലാണ്. അല്ല, അത് സ്വാഭാവികമായും ശ്രീ മുരളീധരൻ, സ്വാഭാവികമായും ആദ്യം മുതൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്ത് അവർ നിൽക്കുന്നുണ്ട്, പ്രതിഷേധക്കാർ നിൽക്കുന്നുണ്ട്, മറ്റൊരു നിലപാടെടുത്ത് സർക്കാരും നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും സർക്കാരിനാണ് കോടതിയുടെ ഉത്തരവ് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഒരു വെടിവെപ്പോ സംഘർഷമോ ലാത്തിച്ചാർജോ ഇല്ലാതെ ഇത് യാഥാർത്ഥ്യമാക്കേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെ. കാരണം മറ്റുള്ളവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. സർക്കാരിനാണ് എന്ത് പ്രതിഷേധം, എന്ത് ദോഷമുണ്ടായാലും അതെല്ലാം തലയിൽ വന്ന് വീഴാൻ പോകുന്നത്. അത് സർക്കാരിന് അറിയുകയും ചെയ്യാം. പക്ഷേ ഈ സർക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, ഈ യുവതി പ്രവേശനം സാധ്യമാക്കും, അതുപോലെ തന്നെ ലിംഗസമത്വം സാധ്യമാക്കും, അതിനുവേണ്ടി ഒരു വൻമതിൽ കെട്ടാൻ പോകുന്നു എന്നൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ഈ ശബരിമലയിൽ സ്ത്രീകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ സുരക്ഷയൊരുക്കി മുകളിലേക്ക് കൊണ്ടുപോകാൻ കേരള പോലീസിന് കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. കേരള പോലീസ് കഴിയും. പക്ഷെ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാനും ചോരപ്പുഴ സൃഷ്ടിക്കാനുമാണ് ഇവിടുത്തെ സംഘപരിവാർ ശ്രമിക്കുന്നത്. ആ ശ്രമം തീർച്ചയായിട്ടും കേരളീയ സമൂഹം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ ജനങ്ങൾ ജീവിക്കുന്ന കേരളത്തിലാണ്. അത് സംഘപരിവാറിന് ആധിപത്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കൂടിയാണ് ഇങ്ങനെ. വളരെയധികം നന്ദി. ശ്രീ സതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീ സതീഷിന്റെ കാഴ്ചപ്പാടിൽ ഈ സർക്കാരിലെ ചില മന്ത്രിമാർക്കോ അതുമല്ലെങ്കിൽ പോലീസ് സേനയിലെ തന്നെ ചില അംഗങ്ങൾക്കൊക്കെ ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ടോ? എന്ത് തോന്നുന്നു സതീഷിന്? ഇല്ല സാർ, ഇത് രണ്ടുപേർക്കും കുറച്ച് സംയമനം പാലിക്കേണ്ട ഒരു അവസരമാണിത്. കാരണം കോടതി ഇപ്പൊ റിവ്യൂ ഹർജി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു തീരുമാനം വരെ തൽക്കാലത്തേക്ക് ശബരിമലയുടെ ആചാരങ്ങളെ ആ രീതിയിൽ തന്നെ പോട്ടെ എന്ന് വിചാരിച്ച് സർക്കാരിനും പോലീസിനും ഒക്കെ കുറച്ചൊരു നിയന്ത്രണം ആവാമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ സ്ത്രീകൾ ചിലപ്പോൾ അവരുടെ ആവശ്യം, അവർക്ക് സമൂഹത്തിൽ ഒരു വില കിട്ടണോ അല്ലെങ്കിൽ പ്രശസ്തി കിട്ടണോ എന്ന് പറഞ്ഞ് കുറെ പേര് വരുന്നുണ്ടാവാം. പക്ഷെ ഇത് ഒരു ബഹുഭൂരിപക്ഷം പേരുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് സുപ്രീം കോടതി ഒരു ഫൈനലായിട്ട് ഒരു തീരുമാനം എടുക്കട്ടെ, എന്നിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ പോരെ. ഇത്രയും ബഹളം ഉണ്ടാക്കി കുറെ പേർക്കെതിരെ കേസെടുത്ത് എന്ത് നേടുക അവർ ഇതിലൂടെ നേടുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് സമാധാനപരമായ ഇപ്പൊ കാരണം കുറച്ചു ദിവസമായിട്ട് ഇപ്പം ശബരിമല സമാധാനപരമായിട്ട് പോവുമായിരുന്നു വീണ്ടും. പക്ഷെ ഇന്നലെയും മെനഞ്ഞാന്ന് മുതൽ തന്നെ അവിടെ മൊത്തം കലുഷിതമായില്ലേ? സതീഷ്, ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങൾ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുള്ള, ഇപ്പോൾ ഇന്നലെ തന്നെ മനീതി സംഘം വരുന്നു എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവമല്ല. എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് അവർ പ്രഖ്യാപിച്ചതാണ്. അവർ കൃത്യമായി തന്നെ ശബരിമലയിലേക്ക് പോകുന്നു, എത്ര പേരുണ്ടെന്നൊക്കെ വളരെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ അതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഓഫീസിലേക്ക് അവരുടെ മെയിലാണ് വരുന്നത്. ഞങ്ങൾ ശബരിമലയിൽ ദർശനം നടത്താൻ പോകാൻ ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകളെക്കുറിച്ചും ട്രാവൽ പ്ലാനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ മെയിൽ ബന്ധപ്പെട്ട പോലീസുകാർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് തിരിച്ച് റിപ്ലൈ ചെല്ലുന്നത്. അവിടെ നിന്നും ഈ പോലീസുകാരാണ് പിന്നീട് ഇവരെ വിളിക്കുന്നത്. DGP കോട്ടയം SP ഓഫീസിൽ നിന്ന് അടക്കമാണ് ഇവരെ വിളിക്കുന്നത്. ആ ഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അന്ന് മെയിലിൽ തന്നെ മറുപടി പറയാമായിരുന്നല്ലോ, സിറ്റുവേഷൻ ഇങ്ങനെയാണ്,
ബെറ്റർ ടു യാത്ര നീട്ടിവെക്കുകയാണ് നല്ലത്. അങ്ങനെയുള്ളൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും. അപ്പോൾ സ്വാഭാവികമായും ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് നാണം കെടുത്ത് തിരിച്ചയക്കുന്നതിനേക്കാൾ നല്ലത് പ്രായോഗികമായിട്ടുള്ള ഒരു നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നതല്ലേ? അല്ല, ഇതിനകത്ത് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് സർക്കാരിന് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറെ സ്ത്രീകള് ഞങ്ങൾക്ക് ശബരിമല കയറണം, ഞങ്ങൾക്ക് അവിടുത്തെ ആചാരത്തെ ഞങ്ങൾക്ക് തകർക്കണം എന്നുള്ള വാശിയോടി കുറെ ആൾക്കാർ വരുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും ശബരിമല കൊണ്ട് എത്തിച്ചിട്ട് തിരിച്ചിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ നിയമം നടപ്പിലാക്കാൻ നോക്കി. പക്ഷേ ഭക്തരെല്ലാവരും കൂടെ പ്രതിഷേധിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് കഴിയില്ല എന്ന് സർക്കാരിന് എവിടെയെങ്കിലും പോയി പറയാനുള്ള ഒരു പരിപാടി മാത്രമാണ് ഇവിടെ. വളരെയധികം നന്ദി. ശ്രീ ജനൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജനൻ, സർക്കാരിന് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യുക എന്നുള്ള കാര്യത്തിലുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടോ? കാരണം ദേവസ്വം മന്ത്രി ആവർത്തിച്ച് പറയുന്നു ഹൈക്കോടതി ഒരു 3 അംഗ സമിതിയെ വെച്ചിട്ടുണ്ടല്ലോ, ആ 3 അംഗ സമിതി തീരുമാനിക്കട്ടെ എന്ന്. 3 അംഗ സമിതി പറയുന്നു മന്ത്രി പറയുന്ന എല്ലാ കാര്യത്തിലും ഞങ്ങൾ മറുപടി പറയേണ്ടതില്ല, ഞങ്ങൾക്ക് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കിയാൽ മതി എന്ന്. ഈ 3 അംഗ സമിതിയെ തന്നെ എന്തിനു വെച്ചു എന്നുള്ളത് ചോദിച്ചുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സർക്കാരിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ? അല്ല, ഈ സർക്കാരിനൊരു ഉത്തരവാദിത്വം ഇല്ലയോ? ഈ സർക്കാരിന് സുപ്രീം കോടതി നടപടി നടപ്പിലാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ടല്ലോ. അത് സർക്കാർ ചെയ്യുന്നില്ല എന്നാണോ? അല്ല, സർക്കാർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതാണ് സർക്കാർ ഇപ്പോൾ ഈ ബ്രേക്കിംഗ് ന്യൂസ് തൊട്ട് താഴെ നേരത്തെ കാണിക്കുമ്പോഴാണ് പറയുന്നത് വെടിവെച്ച് സുരക്ഷയൊരുക്കില്ല, വെടിവെച്ച് ആരെയും മുകളിലേക്ക് കയറ്റില്ല എന്ന്. ഇതാ വെടിവെച്ച് സുരക്ഷയൊരുക്കില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. കൊണ്ടുവന്ന് പമ്പ വരെ ഇവരെ സുരക്ഷിതമായിട്ട് കൊണ്ടുവന്ന് ബാക്കി അങ്ങോട്ടൊക്കെ എന്തുകൊണ്ട് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല? റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ സജി കൂടി ചേരുന്നുണ്ട്. സജി, ഇതാണ് പമ്പ വരെയാണോ പോലീസ് സുരക്ഷയൊരുക്കേണ്ടത്? പമ്പയിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ആർക്ക്? സാറ്, ഞാൻ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ വിധി നമ്മൾ കാര്യമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ. നമുക്ക് ഞാൻ മാലയിട്ടിരിക്കുന്ന ആളാണ്. നമ്മൾ ഈ പ്രശ്നങ്ങൾ കാരണം ഇപ്പൊ അങ്ങോട്ട് പോകാനുള്ളൊരു മനസ്സേ വരുന്നില്ല. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ്. അക്കാര്യത്തിൽ ഏതായാലും ഒട്ടും ആശങ്കപ്പെടേണ്ട. കാരണം ഇന്നലെ 1,16,000-ലധികം പേരാണ് ഇന്നലെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പോയി വരികയാണെങ്കിൽ അതിനുള്ള സുരക്ഷയും സംവിധാനങ്ങളും ഒക്കെ ശബരിമലയിലുണ്ട്. ഉണ്ട്. പക്ഷെ നമുക്ക് ഈ സ്ത്രീകൾ വരുന്നതിൽ നമുക്ക് ഇത് കുഴപ്പമില്ല. അല്ലാതെ തന്നെ അമ്മമാരൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാർ വരുന്നതെന്ന് വെച്ചാൽ വലിയ ഇത് കാണിക്കാൻ വേണ്ടി TV-യിൽ വല്ല ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരാണ് ഈ വരുന്നവരൊക്കെ. അപ്പൊ അതങ്ങനെ പേടിച്ച് നമ്മളങ്ങനെ പോകണമെന്ന് ആലോചിക്കുന്നത്. വളരെയധികം നന്ദി. ശ്രീ സജി എറണാകുളത്തു നിന്നുമാണ് സംസാരിച്ചത്. മറ്റു പ്രേക്ഷകരുണ്ട്, അവരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ശബരിമല യുവതി പ്രവേശനത്തിൽ സർക്കാരിൽ ആശയക്കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ശ്രീ മണികണ്ഠൻ കോട്ടക്കലിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ മണികണ്ഠൻ, സർക്കാരിൽ ആശയക്കുഴപ്പമില്ല എങ്കിൽ ഒരൊറ്റ തീരുമാനം, ഒരൊറ്റ നടപടി, അങ്ങനെയാണ് എല്ലാ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ. മണികണ്ഠന്റെ ഫോൺ കട്ടായിട്ടുണ്ട്. ശ്രീ പ്രദീപ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ് കേൾക്കാമോ? പ്രദീപ് ശബരിമലയിൽ ഏതായാലും സ്ത്രീകളുടെ പ്രവേശന കാര്യത്തിൽ സർക്കാരിൽ ആശയക്കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. പല മന്ത്രിമാർ പല രീതിയിൽ പ്രതികരിക്കുമ്പോൾ സർക്കാരിൽ ആശയക്കുഴപ്പമുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുകയും ചെയ്യുന്നുണ്ട്. പോലീസിനും ഇക്കാര്യത്തിൽ ഉള്ള ആശയക്കുഴപ്പം വ്യക്തമാകുന്നു. അതുകൊണ്ടുകൂടിയാണ് പോലീസ് പകുതി വരെ കൊണ്ടുപോയി ഈ യുവതികളെ തിരിച്ചിറക്കുന്നത്. ജെർലിൻ നമ്മളോടൊപ്പം ചേരുന്നു. ജെർലിൻ കേൾക്കാമോ? ജെർലിന്റെ അഭിപ്രായത്തിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടുണ്ടോ അതോ ഒരു പാതി മനസ്സാണോ ഉള്ളത്? സർക്കാർ എന്ത് ഉറച്ച നിലപാടെടുത്തു കഴിഞ്ഞാലും ഇവിടെ നടപ്പാക്കില്ല എന്ന് ഉള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അവര് അത് നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ തന്നെ സുതാര്യമായ ഒരു ഭരണഘടനാ ലംഘനമാണ് നടത്തുന്നത്. പക്ഷേ അപ്പോൾ ഈ ഭരണഘടനാ ലംഘനം നടത്തി അല്ലെങ്കിൽ ഉത്തരവ് സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞുള്ള കോടതി അലക്ഷ്യ നടപടികളിൽ നിന്ന് തലയൂരുകയും വേണം. ഈ പറയുന്ന ഭക്തരെന്ന് പറയുന്ന ആളുകളെ അകറ്റി നിർത്തുകയും ചെയ്യരുത്. ഇതിന്റെ രണ്ടിന്റെയും കൂടെയും ഇടയിലുള്ള ഒരു നിലപാടെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നതല്ലേ യഥാർത്ഥ പ്രശ്നം? സർക്കാരിന് ചെയ്യണോ നടപ്പിലാക്കണമെന്നും ഉണ്ടായിരിക്കാം, പക്ഷെ നടപ്പിലാക്കാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അവിടെ വളരെ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ രാജഗോപാൽ കൂടി ബാംഗ്ലൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. രാജഗോപാൽ, താങ്കളുടെ അഭിപ്രായം എന്താണ്? സാർ, ഇന്ന് ടി വിയിൽ നമ്മളെ എല്ലാവരും കണ്ടതാണ്. ഇത് ഇത്രയും പ്രോബ്ലംസ് നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലല്ലോ ശരിയായിട്ട്. പിന്നെ എന്തിനാണ് ഈ പോലീസിന്റെ സെക്യൂരിറ്റിയോടുകൂടി അവരെ സന്നിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? അത് ഗവൺമെന്റ് ഒഴിവാക്കിയ എത്രയോ നല്ലതല്ലേ? റൈറ്റ്, വളരെയധികം നന്ദി. ഏതായാലും പോലീസിന്റെ ഉത്തരവാദിത്വം പമ്പ വരെയോ അല്ലെങ്കിൽ സന്നിധാനത്തിന് തൊട്ടടുത്തോ ആളുകളെ കൊണ്ടുപോയി യുവതികളെ കൊണ്ടുപോയി തിരിച്ചിറക്കുക എന്നുള്ളതല്ല. കൊണ്ടുപോകുകയാണെങ്കിൽ മുകളിലെത്തിക്കണം, ഇല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ അവരെ പറഞ്ഞ് മോഹിപ്പിച്ച് പാതി വഴി കൊണ്ടെന്ന് കയ്യും കെട്ടി നോക്കി നിന്ന് പ്രതിഷേധക്കാരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയല്ല പോലീസ് വേണ്ടത്. 4 മണി വാർത്ത പൂർണ്ണമാകും.